ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം: പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ, തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവൻ അത്രേ കൊള്ളാവുന്നവൻ എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രശംസകൾ ദൈവഹിത പ്രകാരം അല്ലാത്തതാകുന്നു എന്നുള്ളത് കൊണ്ട് ദൈവിക ശ്രേഷ്ഠതയുടെ വിടുതലിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് തിരിച്ചറിവ് നമുക്ക് ഈ പകൽക്കാലം ഉണ്ടാകണം. ആകയാൽ തന്നെത്താൻ പ്രശംസിക്കുന്ന ഒരനുഭവത്തിൽ നിന്ന് മടങ്ങി വന്ന് ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്ന ഒരു സ്വഭാവ വിശേഷതയുള്ളവരായി നാം മാറണമെന്ന വചനം നമ്മെ ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മെ കൊള്ളാവുന്നവരാക്കി തിരഞ്ഞെടുക്കുകയും അതിൻ പ്രകാരം ദൈവിക ഉയർച്ചയുടെ ദൈവിക ശ്രേഷ്ഠതയുടെ നിലവാരത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് ശക്തനാകുന്നു എന്നുള്ള ബോധ്യപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകി തരികയും അതിൻ പ്രകാരം നമുക്ക് മുൻപോട്ട് വിജയകരമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയാകുകയും ചെയ്യുമെന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ആകയാൽ ഈ വചനത്തിന് മുമ്പിൽ സമർപ്പണ ബോധത്തോടുകൂടി കടന്നുവന്ന് ദൈവത്തിൽ താഴ്മയുള്ളവരും ദൈവഹിത പ്രകാരം മുന്നേറുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കുന്നവരുമായി തീരേണ്ടതിനായി നമുക്കൊരുങ്ങാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നിന്റെ ദാസന് ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം വെളിപ്പെടുത്തണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.